കൂടുതൽ നിയമസഭാ വാർത്തകളിലേക്ക് എത്തും മുൻപ് ഇപ്പോഴാ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് ആശുപത്രി പൂട്ടിയിട്ടിരുന്നതിനാൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് യുവാവ് മരിച്ചുവെന്ന് പരാതി. വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനെതിരെയാണ് ആരോപണം. വിളപ്പിൽശാല സ്വദേശി ബിസ്മീർ തിങ്കളാഴ്ചയാണ് മരിച്ചത്. ശ്വാസതടസ്സവുമായി പുലർച്ചെ 1 മണിക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പൂട്ടിയിട്ടിരുന്നതിനാൽ ചികിത്സ നൽകാൻ വൈകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. ഒരു പ്രാഥമിക ചികിത്സയും വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകിയില്ല എന്നാണ് യുവാവിന്റെ ബന്ധു റിപ്പോർട്ടിനോട് പറഞ്ഞത്. അതേസമയം പട്ടി കയറുമെന്ന് പേടിച്ചാണ് ആശുപത്രി ഗേറ്റ് പൂട്ടിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം വരുന്നത്. ചികിത്സാ പിഴവിൽ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ആദിൽ, എന്താണ് സംഭവിച്ചത്? യുവാവിന് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ല, അത് ഈ ആശുപത്രി പൂട്ടിയിട്ടത് മൂലമാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിന്റെ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? വിശദാംശങ്ങൾ എന്താണ്? വിനീത, തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് ബിസ്മീർ എന്ന 37-കാരന് ശ്വാസതടസ്സമുണ്ടാകുന്നു. അങ്ങനെ ഭാര്യ തന്നെ വളരെ വേഗം സ്കൂട്ടറിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറും നഴ്സുമാരും സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് അവിടേക്ക് ചെല്ലുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. ഗേറ്റ് പൂട്ടിയിട്ട് അവിടെ ചികിത്സ വൈകുന്നു. അതിനുശേഷം അതിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെയും ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായി. കാര്യമായ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ഒടുവിൽ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു. അപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. ഭാര്യയുടെ സഹോദരൻ സെയ്ദ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. എന്താണ് ശരിക്കും ഗേറ്റ് പൂട്ടിയിട്ടത് മൂലം കുറേ സമയം ചികിത്സ വൈകിയല്ലേ? അതെ. എന്താ സംഭവിച്ചത്? ഇവിടുന്ന് 1 മണിക്ക് ബൈക്കിലാണ് കൊണ്ടുപോയത്, സ്കൂട്ടിയിൽ. അവിടെ പോയിട്ട് എൻട്രൻസ് ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. പക്ഷേ അകത്തുണ്ടായിരുന്ന ഗേറ്റ് ഗ്രിൽ ടൈപ്പാണ്, അത് ലോക്കായിരുന്നു. കോളിംഗ് ബെല്ല് 2-3 അടിച്ചായിരുന്നു. പിന്നെ പുള്ളിയെ വിളിക്കായിരുന്നു, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് വിളിക്കായിരുന്നു. അതായത് കൊണ്ടുപോയ ശ്വാസതടസ്സമുള്ള ആള് തന്നെ കടന്ന് വിളിച്ചു രക്ഷിക്കണം എന്ന് പറഞ്ഞു. പുള്ളിയും വിളിക്കായിരുന്നു, പെങ്ങളും വിളിക്കായിരുന്നു. ഒരു 2 പേരും വിളിച്ച ശേഷമാണ് ഡ്യൂട്ടി ഡോക്ടറും ഡ്യൂട്ടി നേഴ്സും അകത്തുണ്ടായിരുന്നു. അവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് താക്കോല് വെച്ച് അത് തുറക്കാൻ ലേറ്റാണ്. അതെ, 2 പേരും അകത്തുണ്ടായിരുന്നു. അതിനുശേഷം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ലോക്ക് തുറക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അവിടെയും ലേറ്റാണ്. അതിനുശേഷം അകത്ത് പോയതിനു ശേഷം ഈ ആവി പിടിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അത് ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ആ സ്വിച്ച് ഓൺ ചെയ്ത് എടുത്ത് മാസ്ക് വയ്ക്കുക, അതിലൊഴിക്കേണ്ട മരുന്നോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു. നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു? കൂടെ പോയ ആ ഭാര്യ കണ്ടു. കാരണം ഞങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതും കൊടുത്തിട്ടില്ല. അതിനുശേഷം പുള്ളി അവിടെ വെച്ച് ബോധം പോകുന്ന ആ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എൻ്റെ പെങ്ങൾ പറഞ്ഞായിരുന്നു CPR കൊടുക്കുന്നു. CPR കൊടുത്തിട്ടില്ല. അതായത് അവിടെ നിന്ന് കിട്ടേണ്ട പ്രാഥമിക ചികിത്സ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി? അതെ. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. അതെ, ആംബുലൻസിൽ കയറ്റാൻ പറഞ്ഞു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂടെ ആരും വന്നതുമില്ല. ആ ആംബുലൻസ് ഇത്രയും ക്രിട്ടിക്കലായിട്ടും ആശുപത്രിയിൽ നിന്നുള്ള ഒരു സഹായം ഉണ്ടായില്ല. ആംബുലൻസിനകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടറോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഇവിടെ നിന്ന് അവിടെ എത്തിക്കുക, അതാണ് അവരുടെ കടമ. അവർക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടുക, അതേ ഉള്ളൂ. കാരണം ഒരു ഡ്യൂട്ടി നോക്കുന്ന ഒരാൾ വന്നിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിനകത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത്. ഒന്ന്, ഹോസ്പിറ്റലിൽ എന്തിനു ലോക്ക് ചെയ്തു. സെക്കൻഡ്, CPR ഒന്നും കൊടുത്തില്ല. തേർഡ്, ഞങ്ങളുടെ ആംബുലൻസിനകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഉള്ളത്. ഇവിടെ ജനപ്രതിനിധികളടക്കം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഗുരുതരമായൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന പരാതി അവർ പോലീസിന് പരാതി നൽകുന്നു, ഒപ്പം DMOക്ക് പരാതി നൽകുന്നു. അങ്ങനെ പരാതി ഉന്നത തലങ്ങളിൽ നിയമപരമായി പോകും എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിളപ്പിൽശാല പഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചേരുകയാണ്. അതായത് ഇപ്പോൾ അവർ നൽകുന്ന വിശദീകരണം പട്ടിയുള്ളതിനാൽ ഇത് പൂട്ടിയിട്ടു എന്നുള്ളതാണ്. വിട്ടാൽ അങ്ങനെ പൂട്ടിയിടാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ആശുപത്രി. അല്ല, അങ്ങനെ ഒരു വിശദീകരണം അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ പൂട്ടിയിടുന്നത് ശരിയല്ല. കാരണം ഇത് സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ വേണ്ടി നിലവിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വരെ ഡോക്ടറുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിന് സാധാരണക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്ന ഫസ്റ്റ് നിലയിലെന്ന നിലയിൽ എവിടെയാണ് എല്ലാവരും ചെല്ലുന്നത്. അവിടെ ഇപ്പോൾ പട്ടി കയറി പ്രശ്നമുള്ള സ്ഥലമാണ്. അത് പട്ടി ഈ ഷട്ടർ പൂട്ടി എന്തിനാണ് നമ്മൾ ചോദിച്ചു. കാരണം ഷട്ടർ അങ്ങനെ പൂട്ടിയിടാൻ പാടില്ലല്ലോ, കാരണം സാധാരണക്കാർക്ക് വരാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവർ 10-15 മിനിറ്റ് അവിടെ വിളിച്ചിട്ടും അവരാരും തുറന്ന് വന്നില്ല. പിന്നീടാണ് അത്രയും 15 മിനിറ്റ് കഴിഞ്ഞാണ് പുറത്തേക്ക് വന്നതെന്ന് ഒരു പരാതി പറയുന്നുണ്ട്. അതും നമ്മൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മെഡിക്കൽ ഓഫീസറുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ അടിയന്തരമായിട്ട് തന്നെ റിപ്പോർട്ട് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഏതായാലും ഈ പട്ടി കയറുമെന്ന് പറഞ്ഞ് ഈ ആശുപത്രി പൂട്ടിയിടുന്നത് ശരിയാണോ? നിങ്ങൾ ശരിയായ നടപടിയല്ല. നമ്മളെന്ന് വെച്ചാൽ അന്വേഷിച്ചാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബാക്കിയുള്ളവരുമായി അന്വേഷിച്ച സമയത്ത് പൂട്ടിയിട്ടിരുന്നു. അത് വിനീത കൃത്യമാണ്. ഇവർ അന്വേഷിച്ചു. അപ്പോൾ മെഡിക്കൽ ഓഫീസർ തന്നെ അക്കാര്യത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ആശുപത്രി രാത്രി കാലങ്ങളിൽ പൂട്ടിയിടാറുണ്ട്. പൂട്ടിയിടേണ്ട കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കൂ. അപ്പോഴാണ് പട്ടി ശല്യം കൊണ്ടാണ് പൂട്ടിയിടുന്നതെന്നാണ് പറഞ്ഞത്. ഇവർ ചെന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റോളം പുറത്ത് നിന്നിട്ട് ശേഷമാണ് ഇരുചക്ര വാഹനത്തിൽ നിൽക്കേണ്ടി വന്നു. ഈ ശ്വാസതടസ്സമുള്ള ക്രിട്ടിക്കലായ ആളുകൾ. അത് കഴിഞ്ഞിട്ടാണ് ആ ഗേറ്റ് തുറന്നത്. നമ്മൾ നേരിട്ട് വൈഫിനോട് സംസാരിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ ഗേറ്റ് തുറക്കാൻ പോലും കഴിഞ്ഞത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ആ ഗേറ്റ് തുറന്നത്. ഏകദേശം ഇത് ചികിത്സ അടിയന്തരമായി നൽകേണ്ട ചികിത്സ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രതിഷേധവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ഇവിടെ യുവമോർച്ചയുടെയൊക്കെ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. ഏതായാലും കൃത്യമായൊരു നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് നിങ്ങളെയൊക്കെ ആവശ്യം. അതെ, ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് തന്നെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ഈ കുറ്റക്കാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ജാസ്മിൻ എന്നാണ് ഭാര്യയുടെ പേര്. ജാസ്മിനാണ് ആ സമയം ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്നത്. ഏതായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ കുടുംബം. ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഭാര്യ ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സങ്കടത്തിലാണ്. കുടുംബം എങ്ങനെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണോ? ഏക ആശ്രയമായിരുന്നു. എന്ത് ജോലി ഇപ്പം ലാസ്റ്റ് ആയിട്ട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നു. സ്വിഗ്ഗിയിൽ ഓടിയിരുന്നതാണ്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അതെ, നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഒരാൾക്ക് വരാൻ പാടില്ല. ചികിത്സ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. അതുകൊണ്ടാണ് നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആർക്കൊക്കെ പരാതി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പരാതി ഞങ്ങൾ താഴെ ലെവലിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ മുഖ്യമന്ത്രി ഞങ്ങൾ പോലീസിലും പരാതി കൊടുക്കും. ഏതായാലും നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ കൃത്യമായ നിലപാട്. ഒപ്പം തന്നെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ബിസ്മീർ എന്നു പേരുള്ള 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വിഗ്ഗി ഓടിയാണ് ജീവിതം പുലർത്തിയിരുന്നത്. അവരാണ് ഈ രൂപത്തിൽ ബുദ്ധിമുട്ടിലേക്ക് പോയിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക്, നമുക്കറിയാം തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് ആ സമയത്ത് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ നിയോഗിച്ചിട്ടുണ്ട്. നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ആശുപത്രി വരുന്നത്. ആശുപത്രിയിൽ ഒരു ഡോക്ടറെ നിയോഗിച്ചിരുന്നതാണ്. ആശുപത്രിയിൽ ആ സമയം ചെല്ലുമ്പോൾ ആശുപത്രിയിൽ ഡോക്ടറും നഴ്സുമെല്ലാം ഉറങ്ങുകയായിരുന്നു. ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു. ഈ വയ്യാത്തയാൾ, അത്രയും ഗുരുതരാവസ്ഥയിലുള്ള ആൾ നിലവിളിച്ച ശബ്ദം കേട്ടിട്ടാണ് സെക്യൂരിറ്റി തന്നെ അവിടേക്ക് വരികയും ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തത് എന്ന് കുടുംബം പറയുകയാണ്. പിന്നീട് പ്രാഥമിക ചികിത്സ പോലും, ഈ ആവി പിടിക്കാൻ അത് ഉപകരണം നൽകുമ്പോൾ അതിൽ മരുന്ന് പോലും ഒഴിച്ചിരുന്നില്ല എന്ന കാര്യം ഭാര്യ കൃത്യമായി കണ്ടു എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും DMOക്ക് പരാതി നൽകിയിരിക്കുന്നു, വിളപ്പിൽശാല പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു, മുഖ്യമന്ത്രി വരെ എല്ലാ തലത്തിലും പരാതി നൽകി നിയമപരമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം അറിയിക്കുന്നത്. വിളപ്പിൽശാലയിലാണ് ബിസ്മീർ എന്ന യുവാവ് തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചത്. ആ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഈ ഗേറ്റ് പൂട്ടിയിരുന്നതിൽ, ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിയിരുന്നതിനാൽ ചികിത്സ വൈകിയതാണ് ഒരു കാരണം. പ്രാഥമിക ചികിത്സ നൽകാതെ എത്രയും വേഗം ഒരു സൗകര്യങ്ങളുമില്ലാത്ത, ഓക്സിജൻ സിലിണ്ടർ പോലുമില്ലാത്ത ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതാണ് രണ്ടാമത്തെ മരണകാരണം എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. 20 മിനിറ്റ് മുമ്പ് മരണം സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. അതുപോലും സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. വിനീത.